കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മഴയൊക്കെ ഒന്ന് തോർന്നത്. മഴ കാരണം അല്ലിക്കുട്ടന് പുറത്തിറങ്ങാനോ അവനൊന്ന് കളിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അകത്ത് തന്നെ ഇരുന്ന് അവൻ മടുത്ത്. അവനെയും കൊണ്ട് മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടക്കാൻ ഞങ്ങൾക്കും കൊതിയായി. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അവന് ബെൽറ്റ് വാങ്ങിച്ചത്. ബെൽറ്റും ലീഷും വാങ്ങിച്ച് ഇനിയിപ്പം അതൊക്കെ ഇട്ടൊന്ന് ശീലിക്കണം. അവനെ ആ ബെൽറ്റ് ഇടുമ്പോഴത്തേക്കിന് അവൻ കഴുത്തിട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ട് തിരിച്ച് ഭയങ്കര ബഹളം. അവന് ഒട്ടും ഇഷ്ടമില്ല ബെൽറ്റ് ഇടുന്നത്. പിന്നെ കുറച്ചു ദിവസം ഇട്ട് കഴിയുമ്പോൾ ശീലമാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ലീഷ് ഇട്ട് അവനെ നടക്കാനും അവനറിയില്ല. അവൻ അവിടെ ബലം പിടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അവനെ പൊന്നല്ലേ ചക്കരയല്ലേ ഇടുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിർബന്ധിച്ചൊക്കെ അവനെ ഇടിയിപ്പിക്കും. ബെൽറ്റും ലീഷും ഒക്കെ ഇട്ട് അവൻ നല്ല മിടുക്കനായിട്ട് അവൻ ഇരിക്കുക. ഇനി അവനെയും കൊണ്ട് മുറ്റത്തൂടെ ഒന്ന് നടക്കാന്ന് വിചാരിച്ച് അവനെ വിളിച്ചിട്ട് അവൻ എന്ത് ചെയ്താ വരുന്നില്ല. അവനെ പിടിച്ച് വലിച്ചിട്ട് അവൻ നമ്മളെ അങ്ങോട്ട് വലിക്കുക. അവൻ ബലം പിടിച്ചിരിക്കുക. പിന്നെ അവനെ എടുത്തുകൊണ്ട് മുറ്റത്ത് കൊണ്ട് ഇരുത്തിയാലേ ഉള്ളൂ ഇനി അവൻ നടക്കുള്ളൂ. അവന്റെ ബലം പിടുത്തമൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത് അവൻ നടക്കുകയില്ലായിരിക്കും. ഇപ്പൊ അവൻ എന്നെ വലിച്ചോണ്ട് ഓടുക. വഴിയിലോട്ട് ചെന്നപ്പോഴത്തേക്കിന് അവൻ നല്ല ഉഷാറായി. അവൻ ഇനി അങ്ങോട്ടൊക്കെ പോണം. അതെ, ഇപ്പൊ അവനവിടെ സ്റ്റക്കായി പോയി. താഴേന്ന് ഒരാൾ വരുന്നുണ്ട്. ആ ആളെ നോക്കി അവൻ നിൽക്കുക. താഴത്തെ വീട്ടിലെ അച്ഛനാണ്. അച്ഛനെ അവൻ പേടിപ്പിക്കുക ബോ വെച്ച്. അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ കൂടെ പോരുന്നോ? അച്ഛൻ കവലയ്ക്ക് പോവാ, നീ കൂടെ പോരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛനങ്ങ് മാറിക്കഴിഞ്ഞ് വീണ്ടും അവൻ അച്ഛനെ പേടിപ്പിക്കുവാണ്. അച്ഛനൊന്ന് കൈ നീട്ടുമ്പോ അവൻ വീണ്ടും പുറകോട്ട് പോകും. സത്യത്തിൽ അവന് പേടിയാ. എന്നിട്ട് അവൻ എല്ലാരെയും പേടിപ്പിക്കാൻ നോക്കും. ആരെങ്കിലും ഒന്ന് കണ്ടുകിട്ടി അവൻ പെട്ടെന്ന് തന്നെ ചാടി അകത്ത് കയറും. അവൻ കണ്ടോ പോവെന്ന് കണ്ടപ്പോ അവൻ പുറകെ പോവുക. ഞങ്ങളുടെ സവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി വന്ന് അല്ലിക്കുട്ടനാണ്ട് സിറ്റൗട്ടിൽ കിടക്കുക. അപ്പൊ ആ നടയിലെല്ലാം കുറച്ച് മഴ പെയ്തതിന്റെ വെള്ളം എല്ലാം വീണ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. നാത്തൂന്റെ മോള് കുറച്ച് ചെത്തിക്കമ്പൊക്കെ തന്നായിരുന്നു കുഴിച്ചു വെക്കാനായിട്ട്. മഴ കാരണം അതൊന്നും ഇന്നലെ കുഴിച്ചു വെക്കാനായിട്ട് ഒത്തില്ല. എന്നാ ഇന്നങ്ങ് കുഴിച്ചു വെച്ചേക്കാം. ഇപ്പൊ ഇച്ചിരി ചോർച്ച കണ്ട സമയത്ത് അങ്ങ് കുഴിച്ചു വെച്ചേക്കാന്ന് ഓർത്ത്. അല്ലിക്കുട്ടനാണ്ടെ അമ്മ എന്നെ ഈ കാണിക്കുന്നതെന്ന് ഓർത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. അവൻ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ പരിപാടിയൊക്കെ അവൻ കാണുന്നത്. അവനെ ഓർക്കുവോ ഇത് എന്നെ അമ്മ ഈ കാണിക്കുന്നതെന്നൊക്കെ. അതെല്ലാം അവൻ ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുക. ഇവിടെ കുറച്ച് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് കമ്പ് മിച്ചം വന്ന്. എന്നാൽ പിന്നെ അതും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ട് വെക്കാനായിട്ട് പോവുക. ചേച്ചി അല്ലിക്കുട്ടനും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുക. അവൾക്കിങ്ങനെ മണ്ണിനകത്ത് പണിയാനൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് അമ്മ അങ്ങനെ ചെയ്യമ്മ ഇങ്ങനെ ചെയ്യമ്മ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ പറഞ്ഞു തരാനേ അറിയാവുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ചെടിയൊക്കെ ഞങ്ങൾ നട്ട് കഴിഞ്ഞ് ഇനിയിപ്പം കിളുക്കുവോ കരിഞ്ഞു പോവോ ചീഞ്ഞു പോവോ ഒന്നും അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് അല്ലിക്കുട്ടൻ വിശ്രമിക്കുന്ന സമയത്താണ് കാത്തു ചേച്ചി വരുന്നത്. ചേച്ചിയുടെ സ്കൂളിൽ പ്രവേശനോത്സവത്തിന് ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോയിട്ട് വരുവാ ചേച്ചി. നീ വേണേ ഇങ്ങോട്ട് പാടി, എന്നിട്ടേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ധാരണയിൽ അവൻ അവിടെ ഇരിക്കുക. പിന്നെ അവൻ്റെ ഒരു സ്നേഹപ്രകടനമുണ്ട്. ആദ്യം ഒന്ന് നേരത്തോട്ടൊക്കെ എല്ലാം ഒന്ന് ചാടിയിട്ട് പിന്നെ അവൻ ഓടും. പിന്നത്തെ അവൻ്റെ സ്നേഹം എന്ന് പറഞ്ഞെന്നാൽ ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു സ്നേഹമാണ്. പിന്നെ അവൻ ചേച്ചിയുടെ മേത്ത് കയറുന്നു, ചേച്ചിയായിട്ട് കളിക്കുന്നു. പിന്നെ ഭയങ്കര ബഹളമാണ്. നമ്മളെ എടുക്കാൻ അവൻ സമ്മതിക്കുകയില്ല. ചേച്ചിക്ക് പിന്നെ എങ്ങനെയാലും അവനെ എടുത്താൽ മതിയെന്നേ ഉള്ളൂ. ചേച്ചി പിന്നെ അവനെ എടുത്ത് കൊഞ്ചിക്കും. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് ഞങ്ങൾ പറഞ്ഞ്, എടി ചേച്ചി നീ പോയപ്പോഴത്തേക്കിന് ഞങ്ങള് ലീഷൊക്കെ ഇട്ട് അല്ലിക്കുട്ടനെ നടത്തിച്ചെന്ന് പറഞ്ഞപ്പം ചേച്ചിക്ക് വഴക്ക്. ചേച്ചി വരുന്നതിന് മുമ്പ് എന്തിനാ ലീഷിട്ട് നടത്തിച്ചതെന്നും പറഞ്ഞ് ചേച്ചിക്ക് നടത്തിക്കണമെന്നും പറഞ്ഞ്. പിന്നെ ചേച്ചിയും കുറച്ച് നേരം അവനെ മുറ്റത്തൂടെയൊക്കെ നടത്തിച്ചിട്ടാണ് ചേച്ചി അകത്ത് കയറിയത്. അല്ലാതെ ചേച്ചി സമ്മതിക്കുകയല്ല. ഞങ്ങൾ തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചിക്കും കൂടി അവനെ കൊഞ്ചിക്കണം. ഞങ്ങൾ തന്നെ കൊഞ്ചിക്കുന്നതൊക്കെ ചേച്ചി വഴക്കുണ്ടാക്കും. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അല്ലിക്കുട്ടൻ തിരിച്ച് ഇങ്ങോട്ട് വരികയില്ല. പിന്നെ അവനെ ഇങ്ങോട്ട് കയറ്റാനായിട്ട് ഞങ്ങൾ പാടുപെടുക. പിന്നെ അവൻ വരാഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഓട്ടം വെച്ച് കൊടുത്തപ്പോഴാണ് അവനോർത്ത് ഞാൻ രണ്ട് കളിയാന്ന്. അന്നേരമാണ് പിന്നെ അവന് പുറകെ ഓടി വന്നത്. ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വീണ്ടും വരാം.